നമസ്കാരം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ പരാമർശിക്കുന്നതായ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതായ ഈ രണ്ട് പുഷ്പങ്ങളിൽ, രണ്ട് റോസാ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ റോസാ പുഷ്പം ചുവന്ന റോസാണ്. രണ്ടാമത്തേതായ റോസാ പുഷ്പം മഞ്ഞ റോസാ പുഷ്പമാണ്. ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അവരുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കാൻ പോകുന്നതും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം നമഃശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ പുഷ്പമായ ചുവന്ന റോസാ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ വിഷമകരമായ സാഹചര്യങ്ങൾ അകലുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പരിധിവരെ പുറത്ത് കടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. തടസ്സങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട്. അത് ഒഴിവാക്കുവാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒഴിവായി പോകുവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളാണ് എങ്കിൽ പോലും അത് രമ്യതയിൽ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. ഇത് സംഭവിക്കാനുള്ള കാരണം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ കാണുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയോ മാറുന്നതിനാലോ അവരുമായുള്ള പിന്തുണയാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുന്നു. ജീവിതത്തിൽ പല വിധത്തിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ ഇത് ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇരു കൂട്ടർക്കുമിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് അതൊരല്പം കൂടുതലായിരുന്നു എന്നും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അകൽച്ച ഇല്ലാതാകും എന്ന് മാത്രമല്ല, അവരുടെ ഓർമ്മകളിൽ നിങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോഴും ചിന്തിക്കുന്നതാകുന്നു. അവർ നിങ്ങളെ മറക്കുകയോ നിങ്ങൾ അവരെ മറക്കുകയോ ഉണ്ടായിട്ടില്ല. മറ്റുള്ളവർ നിങ്ങളെ പല വിധത്തിലും പരിഹസിക്കുന്നുണ്ട്, തളർത്തുവാൻ പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ അതിൽ വശംവദരായി പോകുന്നു എന്നുള്ളതാണ്. കാരണം തളർന്നു പോകുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ തളരേണ്ടതില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പ്രപഞ്ചശക്തി അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അത്തരത്തിലൊരു സൂചനയാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത്തരം സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ പ്രാപ്തരാക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അഭിമാനികളാണ് നിങ്ങൾ. സ്നേഹിച്ചാൽ എന്തും ഒപ്പമുള്ളവർക്ക് അഥവാ സ്നേഹിക്കുന്നവർക്ക് നൽകുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ ഇത് നിങ്ങൾക്ക് എതിരെ പലരും ആയുധമാക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിനയായി മാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്താൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചതായ പല കാര്യങ്ങളാലും ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പലരുടെയും ചതി നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്.
അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും മുക്തരായിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. അത് ബന്ധുക്കളാകാം, സുഹൃത്തുക്കളോ, വളരെ വേണ്ടപ്പെട്ടവരോ, വിശ്വസിച്ച വ്യക്തികളോ ആകാം. അത്തരത്തിലുള്ള വ്യക്തികൾ ഉൾപ്പെടെ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ ഇടപെട്ട് അല്ലെങ്കിൽ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലിനാൽ നിങ്ങളുടെ ബന്ധം തകർക്കുവാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ഇത് ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതിന് കാരണമാവുകയോ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ വിള്ളൽ വീണിട്ടുള്ളതായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാകുന്നു. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് ആ വ്യക്തികൾ അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ബന്ധം അതിനാൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. ആഡംബരം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ കടം നിങ്ങളെ വളരെയധികം വീർപ്പ് മുട്ടിക്കുന്നുണ്ട്. പലരും തെറ്റായ പ്രചരണങ്ങൾ നിങ്ങൾക്കെതിരെ നടത്തുന്നു എന്നതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. തെറ്റായ കാര്യങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ബന്ധങ്ങളിൽ പോലും ഇത് വിഷമങ്ങൾക്കും ചില തർക്കങ്ങൾക്കോ കാരണമായി തീരുന്നു എന്നുള്ളതാണ്. ബന്ധം തകർക്കാൻ പലരും കഠിനമായി ശ്രമിക്കുന്നു എന്ന കാര്യവും അറിയണം. എന്നാൽ അത് തകർക്കാൻ സാധിക്കാത്തതായ സാഹചര്യമാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ബന്ധമാണ് എങ്കിലും അത് തകർക്കാൻ ആർക്കും സാധിക്കുന്ന സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. അതിന് ശ്രമിക്കുന്നവർ നിരവധിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ പോലും അതിനായി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ പരാജയപ്പെട്ട് പിന്മാറുന്നതായി നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. അവർ ആരാണ് എന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി അവരെ നിങ്ങൾക്ക് മുൻപിൽ കാട്ടിത്തരും എന്നുള്ളതാണ്. നിങ്ങൾക്കിടയിൽ വഴക്കുകൾ, കലഹങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് പൊറുക്കുവാൻ സന്നദ്ധരായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അവരിൽ ചിലരോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങളിൽ പലർക്കും സംസാരിക്കാതിരിക്കുവാൻ സാധിക്കുന്നില്ല എന്നും കാണുന്നു. മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായ സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിശ്വസിക്കുന്നതായ ആ ദേവത നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നതായാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അല്പം ക്ഷമ തന്നെയാണ്. ആ വിശ്വസിക്കുന്ന ശക്തിയെ വിശ്വസിച്ച് പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിശ്വസിക്കുന്ന ശക്തിയെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ പുഷ്പമായ മഞ്ഞ റോസാ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഈശ്വരകടാക്ഷം, ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായി കാണുവാൻ സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ ഒരല്പം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. പല പ്രതീക്ഷകളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ ഒരു സാഹചര്യമുണ്ട്. നിങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ച് വരികയും അത് കലഹങ്ങളിലേക്കും മറ്റ് പ്രയാസങ്ങളിലേക്കും കടന്നിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ വിഷമതകളിൽ നിന്നും അനുകൂലമായ ചില മാറ്റങ്ങളിലേക്ക് കടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരിൽ അത്ഭുതം സൃഷ്ടിക്കുന്നതായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ വർദ്ധിക്കും. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് മാത്രമല്ല അവരിലും അഥവാ ആ വ്യക്തികളിലുമുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും പുറമേ കാണിക്കുന്നില്ല, പറയുന്നില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു. ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്നതും മറ്റൊരു പ്രശ്നം തന്നെയാകുന്നു. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കലഹങ്ങൾക്ക് മൂലകാരണമാകുന്നു, അല്ലെങ്കിൽ കലഹങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതുമാണ്.
പലപ്പോഴും അഭിപ്രായങ്ങൾ രണ്ട് തട്ടിലായാണ് ഉള്ളത്. അത് നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു. നിങ്ങളുടെ ബന്ധത്തിന് ഇടയിലേക്ക് പലരും അനാവശ്യമായി കൈ കടത്തുന്നതും നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ സുഹൃത്തോ ആണ് എങ്കിൽ പോലും പലപ്പോഴും അത്തരം കാര്യങ്ങൾക്ക് അവർ മൗനാനുവാദം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നു എന്നതും നിങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമത്തിന് കാരണമായി തീരുന്നതുമാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ചിന്ത അവരിലും വളരെയധികം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. മിതമായി സംസാരിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങളിൽ പലരും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരുമാണ്. ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന ചിന്ത നിങ്ങളിൽ വളരെ രൂക്ഷമായുണ്ട്. പുറമേ നിൽക്കുന്നവർ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയോ വ്യക്തികളോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇടയിൽ നിൽക്കുകയും തന്മൂലം ആ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയോ ആ പ്രശ്നങ്ങൾ വലുതാവുകയോ ബന്ധങ്ങൾ കൂടുതൽ വഷളാകുന്നതായ സാഹചര്യമുണ്ട്. സമയം കണ്ടെത്തി നിങ്ങൾ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഒരുമിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തുറന്ന് പറയാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ, അത് ചില വിഷമങ്ങളാണ് എങ്കിലും മനസ്സിലുണ്ട്. അഥവാ തുറന്ന് പറയേണ്ടതായ ചില കാര്യങ്ങൾ മനസ്സിലുണ്ട്. തുറന്ന് പറയണം, മനസ്സിൽ വച്ചിട്ട് പ്രയോജനമില്ല എന്നെല്ലാം ചിന്തിക്കുന്നു എങ്കിലും അതിന് നിങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. അത്തരം കാര്യങ്ങൾ തുറന്ന് പറയേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്കിടയിൽ മികച്ചതായ ആശയവിനിമയം ഇല്ല എന്നതും വാസ്തവമാണ്. അത് പലപ്പോഴും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യവും നിങ്ങൾ തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതുമായ കാര്യമാണ്. പക്ഷേ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ചിന്ത ഇവരിൽ കൂടുതലായുമുണ്ട്. നന്നായി പോകണം എന്ന് ചിന്തിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. എന്നാൽ അത് പരാജയത്തിലാണ് കലാശിക്കുന്നത്. പല ശ്രമങ്ങളും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിലും അത് പുറമേ കാണിക്കുന്നില്ല എങ്കിലും വളരെയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നു ചേരുന്നു എന്നുള്ളതും കാണുവാൻ സാധിക്കുന്നതാണ്. അവരുടെ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. സത്യസന്ധരാണ് നിങ്ങൾ. അതിനാൽ പലപ്പോഴും ചതിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന ചിന്ത നിങ്ങളിലുണ്ട്. അതിപ്പോഴാണ് നിങ്ങൾ പ്രധാനമായും തിരിച്ചറിയുന്നത്. ഭാഗ്യം നിങ്ങളിൽ ഏവർക്കും അനുകൂലമാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളിൽ പലർക്കും അത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ പ്രശ്നങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും ആ കാര്യങ്ങൾ പ്രധാനമായും തർക്കമോ മറ്റ് പ്രശ്നങ്ങളോ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായി ഇവിടെ കാണുന്നു. മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കാത്തത് പല പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുന്നതിനോ കാരണമായിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് അതിനുള്ള അവസരം നൽകും എന്നാണ് കാണുന്നത്. അതിനാൽ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക. വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി നിങ്ങൾ വിനിയോഗിക്കണം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കണം. ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കൈവിടില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്.